ഹലോ, വെൽക്കം ബാക്ക് ടു ഡെയിലി ബ്രെഡ്. ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഏറ്റവും രുചികരമായിട്ടുള്ളതുമായ ഒരു ചമ്മന്തിയാണ്. തേങ്ങയൊന്നും വേണ്ട കേട്ടോ, കാരണം എല്ലാവർക്കും തേങ്ങ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാണ്ട് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അതിലേക്ക് വേണ്ടുന്നുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളി തന്നെ വേണം, സവാള പാടില്ല. ഇത് കുറച്ച് മുളക്, വറ്റൽ മുളക്, ഇത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് എടുത്ത് പുളി കലക്കി വെച്ചിരിക്കുന്ന വെള്ളം, കുറച്ച് കറിവേപ്പില, ഉപ്പ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച്, കാരണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക്, അടുത്തത് നമ്മുടെ ചുമന്ന ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിയും ഒന്ന് ചെറിയ കളർ മാറുന്നത് വരെ മതി. ഇനി കരിവേപ്പില, നമുക്കിതൊന്ന് എല്ലാവരും ഇതൊന്ന് ചെറിയ ഇടികല്ലില്ലേ അതിൽ വെച്ച് ഇടിച്ചെടുക്കുക. നമുക്കിപ്പോൾ ഇവിടെ ഇടികല്ല് സൗകര്യം അല്ലാത്തത് കൊണ്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഞാൻ പറഞ്ഞില്ല, തല്ലുന്ന ചെറിയൊരു ഇതിലിട്ടിപ്പോൾ തല്ലിയെടുക്കാനുണ്ട്, അത് കുറച്ചും കൂടെ പീസായിട്ട് കിടക്കും. ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്, അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അരഞ്ഞിട്ടില്ല എന്നാലും ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതാക്കണ്ടോ, പുളി പിഴിഞ്ഞ് വച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് വെള്ളം, കുറച്ച് പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ എളുപ്പത്തിലുള്ള തേങ്ങ അരയ്ക്കാത്ത ഒരു ചമ്മന്തിയാണ്. മുളകും ഉള്ളിയൊക്കെ കൂടെ ചേർത്തിട്ട് ധാരാളം ചോറ്, സത്യം പറഞ്ഞാൽ നമ്മൾ വയററിയാണ്ട് കഴിച്ചു പോകുമെന്നുള്ളതാണ് ഈ ചമ്മന്തിയുമായിട്ട് ചോറ് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊരു സൂപ്പർ ഡിഷാണ്, എല്ലാവർക്കും എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ കമൻസ് ബോക്സിൽ അയക്കണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ ബൈ.